ഹലോ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മോന് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാനും മിക്കയും മോളും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ. രണ്ട് കേസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ബജാജിൽ പോയിട്ടുണ്ടായിരുന്നു. ഫൈനാൻസിൽ അവിടെ ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ EMI ക്ലോസ് ചെയ്തതിൻ്റെ ഒരു പേപ്പർ മേടിക്കണമായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി പേപ്പറൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ബൈക്കിൽ കയറി നമ്മുടെ മൂവാറ്റുപുഴ ഒരു ഹെയർ കട്ടിങ്ങിന് വേണ്ടി ബാർബറയിലോട്ടൊന്ന് പോയായിരുന്നു. കയറിയപ്പോൾ തന്നെ മോള് വാപ്പി മൊത്തം അച്ചണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് അവൻ അടിപൊളിയാട്ടോ. അവൻ്റെ ഫോണൊക്കെ അപ്പം തന്നെ എടുത്തു കൊടുത്തിട്ട് നമ്മുടെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു. അവളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം ട്രിമ്മറിൻ്റെ ഒച്ച കേട്ടാൽ വാ പൊളിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് കരഞ്ഞുവെങ്കിലും വലിയ ഒച്ചയും ബഹളവും ഒച്ചപ്പാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് ഇച്ചിരി മുടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹെയർ കട്ടിങ്ങൊക്കെ നടത്തി അവിടുത്തെ ആയിക്കാക്ക് ഹായും ടാറ്റയും ബൈ ബൈയും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പതുക്കെ ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് മോക്കൊരു തൊപ്പി മേടിക്കാനായിട്ടോ. അത് നല്ല അടിപൊളി തൊപ്പിയൊക്കെ ആയിരുന്നു, ഒരു പിങ്ക് ഷെയ്ഡുള്ള തൊപ്പി. വലിയ ഇഷ്ടമൊക്കെ ആയി, വലിയ സന്തോഷമായിരുന്നു. വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ മിൽമ ബൂത്തിൽ കയറിയിട്ട് 2-3 പാക്കറ്റ് പാലും നല്ല ഫ്രഷ് ബ്രെഡും മേടിച്ചു. അവിടുത്തെ നല്ല സോഫ്റ്റ് ബ്രെഡും പിന്നെ അവിടുത്തെ പാലും മേടിച്ചപ്പോൾ ഒരു 3-4 പാക്കറ്റ് ഒരുമിച്ച് മേടിച്ചു. കാരണം എപ്പോഴും മേടിക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് നേരെ ബൈക്ക് കൊടുത്തോണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോയെന്നറിയാവോ? നമ്മുടെ സ്വന്തം റിലയൻസിൽ, നമ്മുടെ പേക്കാപ്പള്ളി റിലയൻസിൽ. അവിടെ സത്യം പറഞ്ഞുണ്ടല്ലോ പരിപ്പും പഞ്ചസാരയും മാത്രം വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ ട്രോളിയൊക്കെ എടുത്ത് എന്താണ് പരിപാടിയെന്ന്. മോളെ ഇരുത്താൻ വേണ്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര കിലോ 45 റുപ്പീസാണ്. നമ്മുടെ സാധാ പരിപ്പ് 116. അപ്പോൾ 1/2 കിലോ പരിപ്പും 1.5 കിലോ പഞ്ചസാരയൊക്കെ എടുത്തു. എന്നാലും ഞാൻ എല്ലാ സെക്ഷനും ഇതൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു 1/4 മണിക്കൂറോളം നടന്നു. ചുമ്മാ എല്ലാ സെക്ഷനൊക്കെ കണ്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ചുമ്മാ ഒരു ഡേ അങ്ങനെയൊക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ മോളുടെ സന്തോഷം നോക്കിയ ഒരു തൊപ്പിയൊക്കെ മേടിച്ച് ആൾ വലിയ ഹീറോയിനായിട്ടൊക്കെ ഇരിക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിരിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പോഴേക്കും നമ്മുടെ മോള് വാവോ ചാച്ചി ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.